ഏവർക്കും ജെ ബിസിനസ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ സെഷനാണ്. കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും എബ്രോഡ് എഡ്യൂക്കേഷൻ, റിക്രൂട്ട്മെന്റ്, ട്രേഡിംഗ്, വർക്ക് പെർമിറ്റ് എന്നീ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജെ ബിസിനസ് ഗ്രൂപ്പിന്റെ MD മിസ്റ്റർ ജോയ് ജോൺ തുരുത്തിക്കരയാണ് നമ്മളോടൊപ്പമുള്ളത്. വെൽക്കം സർ. താങ്ക് യു സർ, ഈ ജെ ബിസിനസ് ഗ്രൂപ്പ് എന്ന ആശയം സാറിന്റെ മനസ്സിലേക്ക് എങ്ങനെയായിരുന്നു വന്നത്? ജെ ബിസിനസ് ഗ്രൂപ്പ് എന്ന ആശയം ഞാൻ ഇങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 18 വർഷക്കാലം ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്യുകയും എന്നാൽ സ്വന്തമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായതിൻ്റെ ഫലമായിട്ട് അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ആയിരിക്കണമെന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ജെ ബിസിനസ് ഗ്രൂപ്പ് രൂപം കൊള്ളുന്നത്. കാരണം അതുമൂലം സമൂഹത്തിലെ ഒരാൾക്കെങ്കിലും ജോലി ഇല്ലാതിരിക്കുന്ന ഒരാൾക്കെങ്കിലും ഒരു ജോലി ലഭിക്കുക എന്നൊരു സന്ദേശത്തോടുകൂടി 25 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ജെ. അതാണ് ജെ ബിസിനസ് ഗ്രൂപ്പിന്റെ തുടക്കത്തിൽ ഇടയായിത്തീർന്നത്. സർ, അപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സർ എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു നേരിട്ടത്? ആദ്യത്തെ 5 വർഷം വളരെ ടഫ് ടൈം ആയിരുന്നു. കാരണം 18 വർഷം ഗൾഫിൽ ഞാൻ ഏൺ ചെയ്ത എല്ലാ സമ്പത്തും ഇതിന്റെ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് ചെലവഴിക്കേണ്ടി വന്നു. പക്ഷെ പരാജയപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, അതിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ മറ്റ് ചലഞ്ചുകളുടെ കൂട്ട് തന്നെ ഇതും ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ജെ എന്ന ബിസിനസ് സ്ഥാപനം 25 വർഷമായിട്ട് ഇന്ന് പല ഇടങ്ങളിൽ കുവൈറ്റിലെ ഹെഡ് ഓഫീസായിട്ടും കൊച്ചി ഒപ്പന്നും തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ച് ഓഫീസുകളുമായിട്ടും ഇന്ന് നിലനിൽക്കുന്നു. ഇപ്പൊ സാർ പറഞ്ഞല്ലോ, അതായത് 25 വർഷം ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനില് സാറിന് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയ ഒരു നിമിഷം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും 25 വർഷം പൂർത്തിയായി നിൽക്കുന്ന ഈ അവസരത്തില് പിന്നിലോട്ട് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ എനിക്ക് സന്തോഷം വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ലാതെ നിൽക്കുന്ന പല ആൾക്കാർക്കും ജെ റിക്രൂട്ട്മെന്റ് വഴിയാണെങ്കിലും സ്റ്റഡി അബ്രോഡ് വഴിയാണെങ്കിലും വർക്ക് പെർമിറ്റ് വഴിയാണെങ്കിലും അവർക്ക് ഒരു ജീവിതത്തിന്റെ ഒരു മാർഗം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നൂറുകണക്കിന് കസ്റ്റമേഴ്സ് നമ്മൾ ജെ എന്ന സ്ഥാപനത്തിലൂടെ അവരുടെ ജീവിതത്തിന്റെ പടവുകൾ കയറി അവരുടെ ഡ്രീം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായിട്ടും അതെനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം ആയിട്ടുള്ളത്. ബിസിനസ് ഗ്രൂപ്പ് ഏതൊക്കെ മേഖലയിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? എന്റെ ബിസിനസ് ഗ്രൂപ്പ് ആദ്യം തുടങ്ങിയത് മൈഗ്രേഷൻ ടു കാനഡ ആണ്. കാരണം ഞാനൊരു കാനഡൻ PR കാർഡ് ഹോൾഡർ ആയിരുന്നു. 2001 ഞാൻ PR കാർഡ് എടുത്ത ഒരാളാണ്. അപ്പൊ അവിടെ നിന്ന് വന്നതിന് ശേഷം കാനഡ മൈഗ്രേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരാൾക്കെങ്കിലും ഒരു ജോലി കൊടുക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കി അതെന്ത് തുടങ്ങണം എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ കാനഡയിലെ ഒരു PR കാർഡ് ഹോൾഡർ ആയതുകൊണ്ട് എന്നാൽ പിന്നെ മൈഗ്രേഷൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. എന്നാൽ ഇന്ന് പല ഫീൽഡിൽ ജെ ബിസിനസ് ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഡിഫറെന്റ് ലാംഗ്വേജ് ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. വർക്ക് പെർമിറ്റ് ഡിഫറെന്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വർക്ക് പെർമിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് സർവീസുകൾ ചെയ്യുന്നുണ്ട്. കാരണം ഡിഫറെന്റ് ഗൾഫ് കൺട്രികളിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും റിക്രൂട്ട്മെന്റ് സർവീസുകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൈഗ്രേഷൻ റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്നത് ഓസ്ട്രേലിയ, കാനഡ, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്മൾ മൈഗ്രേഷൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 4 ഡിവിഷനായിട്ടാണ് ഇപ്പൊ നമ്മുടെ കമ്പനി ചെയ്തിരിക്കുന്നത്. കുവൈറ്റിലാണെങ്കിൽ കോൺട്രാക്ട് റിക്രൂട്ട്മെന്റ് ട്രേഡിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായും 4 ഡിവിഷൻ നമുക്കുള്ളത്. ഒന്ന് കുവൈറ്റിലാണെങ്കിൽ കോൺട്രാക്ട് ട്രേഡിങ്, മൈഗ്രേഷൻ ആൻഡ് വർക്ക് പെർമിറ്റ്. ഇന്ത്യയിലാണെങ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൈഗ്രേഷന്, വർക്ക് പെർമിറ്റ്, സ്റ്റഡി അബ്രോഡ്. ഇങ്ങനെ 4 ഡിവിഷനായിട്ടാണ് നമ്മൾ ബിസിനസ് സ്ഥാപനം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർ, ഇപ്പോൾ നാട്ടിലെ യൂത്ത്സ് എല്ലാം എബ്രോഡ് പോയി സെറ്റിൽ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ ലഭിക്കാത്ത എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് അവിടെ ലഭിക്കുന്നത്? സാറിന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? തീർച്ചയായും ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. കാരണം കേരളത്തിൽ പഠിക്കുന്ന
അല്ലെങ്കിൽ +2 കഴിഞ്ഞ് പോകുന്ന ഒരു 60-70% കുട്ടികളും വിദേശത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ വിദേശത്ത് സെറ്റിൽ ചെയ്യാനോ ആണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ 2-3 പ്രധാന റീസൺ. ഒന്ന്, ഇവിടുത്തെ എഡ്യൂക്കേഷൻ നിലവാരം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ബിലോ ആവറേജ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. 2, എൻ്റെ പഠിത്തം കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്ത് എന്നുള്ളത് ഇന്ന് സ്റ്റുഡൻസിന് മുന്നിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. എഞ്ചിനീയറിങ്ങോ മെഡിസിനോ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷനോ കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ പ്രധാനമായിട്ട് എനിക്ക് അട്രാക്റ്റീവായിട്ട് പറയാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പാർട്ടി ജോലി ലഭിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് 2 വർഷം വരെ ചില കൺട്രികളിൽ 2 വർഷം വരെ പഠനം കഴിച്ച ശേഷം നിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ആ സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജോലി ലഭിക്കുകയും അതുപോലെ നമുക്ക് PR-ലേക്കുള്ള ഒരു വാതിൽ ഓപ്പൺ ആവുകയും അങ്ങനെ PR-ലേക്ക് വാതിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ഒന്നുമില്ല നമുക്ക് വിദേശത്ത് പോയി സെറ്റിൽ ചെയ്ത് ജീവിതത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ജീവിത നിലവാരം പുലർത്തി മുന്നോട്ട് പോകുന്നതിന് ഇടയായിത്തീരും. എന്നാൽ അതേ സമയത്ത് നാട്ടിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ പഠനത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും പലപ്പോഴും ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് പോലും അറിയാൻ കഴിയാതെ ഒടുങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് വിദേശത്ത് പോയി പഠിച്ച് കാര്യങ്ങൾ മൂവ് ചെയ്താൽ അത് വിദ്യാർത്ഥിക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിനും അതൊരു നല്ല ഒരു നാളേക്കുള്ള നല്ലൊരു നാളെ വാതിൽ തുറക്കുന്നതിന് തുല്യമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാലോ എവിടെ നോക്കിയാലും ഈ കൺസൾട്ടൻസീസ് ആണ്. ഈ കാൻഡിഡേറ്റ്സിന് തന്നെ ഡൗട്ടാണ് ഏതാണ് ബെസ്റ്റ് കൺസൾട്ടൻസി സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ കാൻഡിഡേറ്റ്സ് എങ്ങനെ ഒരു നല്ല കൺസൾട്ടൻസി ഒരു നല്ല റിക്രൂട്ട്മെന്റ് എങ്ങനെ അവർ സെലക്ട് ചെയ്യും? തീർത്തും പ്രസക്തമായ ഒരു ചോദ്യമാണിത്. എന്നാൽ എങ്ങനെ നമ്മൾക്ക് നല്ല കൺസൾട്ടൻസി ചൂസ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്നത്തെ മാർക്കറ്റിൽ. അത് റിയലായിട്ടുള്ള ഒരു കൺസൾട്ടൻസി ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി പ്രധാനമായിട്ട് 3-4 കാര്യങ്ങൾ നമ്മൾ ഏത് കസ്റ്റമറും അല്ലെങ്കിൽ ഏത് സ്റ്റുഡൻറ്റും അല്ലെങ്കിൽ ഒരു ജോബന്വേഷണം നോക്കേണ്ട കാര്യമാണ്. ഒന്ന്, ആ കമ്പനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓവർസീസ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഉള്ളതാണോ എന്ന് ആദ്യം കൺഫേം ചെയ്യുന്നു. 2, ആ കമ്പനി എത്ര വർഷമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ചിന്തിക്കണം. അവരുടെ ഗൂഗിൾ റിവ്യൂവില് അവരുടെ എന്തുമാത്രം മോശം കമന്റുകൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും മോശം കമന്റുകൾ അവിടെ എവിടെയും വരാം. എന്നാൽ അതിന്റെ പെർസെന്റേജ് എത്രമാത്രം വലുതാണ് എന്ന് നോക്കണം. അവരുടെ ക്രെഡിബിലിറ്റി എന്തുമാത്രം ഉണ്ടായെന്ന് നോക്കണം. അങ്ങനെ പല കാര്യങ്ങൾ, പല പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇന്നത്തെ കാലത്ത് ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു സ്റ്റഡി അബ്രോഡിന്റെ ഒരു ബിസിനസ് സ്ഥാപനം നല്ലതാണോ മോശമാണോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. എന്നാൽ ഇത് പലപ്പോഴും കസ്റ്റമൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ചെയ്യുന്നത് മോഹന വാഗ്ദാനങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള പരസ്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ ചതിക്കുഴിയിൽ വന്ന് വീഴുന്നത് മൂലമാണ് ഇന്ന് ന്യൂസ് പേപ്പർ വഴി പല തട്ടിപ്പുകളും ചീറ്റിങ്ങും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യം അത് തന്നെയാണ്. എനിക്ക് എല്ലാ കസ്റ്റമേഴ്സിനോടും സ്റ്റുഡൻറ്റിനോടും പറയാനുള്ള ഒരു കാര്യം, ഏത് സ്ഥാപനത്തിൽ പോയാലും അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ എത്ര വർഷമായി എന്നുള്ളതും അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണോ എന്നുള്ളതും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുക്കാവൂ എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ള നിർദ്ദേശം. ബിസിനസ് തുടങ്ങി നഷ്ടത്തിലായിട്ട് ഒരുപാട് പേരുണ്ട്. അതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അവരോട് സാറിന് നൽകാൻ പറ്റുന്ന ഒരു നല്ല മെസ്സേജ് എന്താണ്? തീർച്ചയായിട്ടും എനിക്ക് അവരോട് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ബിസിനസ് ആയാലും എന്തു തന്നെയാണെങ്കിലും നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കുക. അത് നമ്മൾ വിജയിക്കാനും വിജയിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. റിസ്ക് ഫാക്ടർ എടുക്കാൻ കഴിയാത്ത ഒരാളാണ് ഒരിക്കലും ബിസിനസ് തുടങ്ങരുത് എന്നുള്ളതാണ് ആദ്യത്തെ നിർദ്ദേശം. 2, ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പരാജയപ്പെടുന്നു എന്ന് കണ്ടിട്ട് നമ്മൾ ഇട്ടെറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ നഷ്ടപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് പരാജയപ്പെടുന്ന തുടങ്ങുന്നതിൽ പോലും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ഏത് രീതിയിൽ ഞാൻ അച്ചീവ് ചെയ്തേ മതിയാവൂ എന്നുള്ള അങ്ങനെ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന ചിന്തയോടെ അതിനെ അതിജീവിക്കുവാൻ കഴിയാത്ത ഒരിക്കൽ ബിസിനസ് തുടങ്ങരുത് എന്നാണ് രണ്ടാമത് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ജീവിതത്തിന്റെ ഏത് മേഖല എടുത്താലും അവിടെ റിസ്ക് ഉണ്ട്. അത് ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഫാക്ടർ
ഇല്ലാത്ത ഒരു മേഖലയും ഇന്ന് ലോകത്തില്ല. റിസ്ക് എടുക്കാത്ത ഒരാൾ വിജയിക്കത്തതുമില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കുന്നതിന് മുമ്പ് പ്രിപ്പയർ യുവർസെൽഫ്. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിനകത്ത് റിസ്ക് ഉണ്ട്, അത് ഏറ്റെടുക്കാൻ ഞാൻ സ്വയമായിട്ട് പ്രിപ്പയർ ആണോ എന്ന് പറയുന്നെങ്കിൽ മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ. ബിസിനസ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എങ്ങനെയാണ്? ഫ്യൂച്ചർ പ്ലാന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തില് മാത്രമല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി ജയന്റ് ബിസിനസ് ഗ്രൂപ്പിനെ വളർത്തണമെന്നുള്ളതാണ് എൻ്റെ അതിയായ ആഗ്രഹം. തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്തിലൂടെയാണ് ഇപ്പോൾ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. കോവിഡിന്റെ സമയത്ത് കുറച്ച് ക്രൈസിസ് ഒക്കെ സ്ഥാപനത്തിൽ ഉണ്ടായെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ഇപ്പോൾ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നതിന്റെ മെയിനായിട്ടുള്ള കാരണം ആത്മാർത്ഥതയോടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മാനേജേഴ്സും സ്റ്റാഫുകളും അവരുടെ കമ്മിറ്റ്മെന്റും അവരുടെ ഹാർഡ് വർക്കും തന്നെയാണ്. ഞാനൊരു മുഖാന്തരമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഹാർഡ് വർക്കും കമ്മിറ്റ്മെന്റുമാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് സംശയം പറയുന്നത്. ജയന്റ് ബിസിനസ് ഗ്രൂപ്പിന്റെ മാത്രമല്ല, ഏത് സ്ഥാപനത്തിന്റെ ആയാലും അസറ്റ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സും സ്റ്റാഫും മാത്രമാണ്. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദെയർ ഈസ് എ വുമൺ എന്നാണല്ലോ. അപ്പം സാറിന്റെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും എൻ്റെ ഭാര്യ ബിസിനസ്സിനോടൊട്ടും താല്പര്യമില്ലാത്തവരാണ്. കാരണം റിസ്ക് എടുക്കാൻ ഒട്ടും ഉദ്ദേശിക്കാത്ത ഒരാളാണ്. മക്കളും അതുപോലെ തന്നെ ആണ് ഉള്ളത്. എന്നാൽ ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ ഒരിക്കലും എനിക്ക് തടസ്സമായിട്ട് നിന്നിട്ടില്ല. ഞാൻ തീരുമാനമെടുത്ത് ഞാൻ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പോഴും എനിക്ക് ബാക്ക് സപ്പോർട്ട് എല്ലായ്പ്പോഴും കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ പരാജയത്തിന്റെ സമയത്താണെങ്കിലും ഉയർച്ചയുടെ സമയത്താണെങ്കിലും എല്ലായ്പ്പോഴും എന്നോട് കൂടെ എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എൻ്റെ കുടുംബം ആ സപ്പോർട്ട് എനിക്ക് തന്നില്ല. എൻ്റെ കുടുംബം എൻ്റെ ഭാര്യയും മക്കളും മാത്രമല്ല, എൻ്റെ അനിയന്മാരും എൻ്റെ സഹോദരിമാരും എല്ലാം എൻ്റെ കുടുംബം ഒന്നടങ്കം എൻ്റെ പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും ഇടയിൽ അവരുണ്ടായിരുന്നു. അതുതന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. കാരണം അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും മുന്നോട്ട് പോകുവാൻ കഴിയില്ല. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ബിസിനസ് ചെയ്യുന്നതിനോടൊട്ടും താല്പര്യമില്ലായിരുന്നിട്ടും കൂടെ എൻ്റെ താല്പര്യത്തിന് അനുസരിച്ച് അവരെന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ വിജയത്തിൻ്റെ കാരണം. ഇത്രയും ബിസി ഷെഡ്യൂളിന്റെ ഇടയിലും സാർ നമ്മളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തു, നമുക്ക് വേണ്ട ഇൻസ്പിറേഷൻ പോയിന്റ്സ് തന്നു. സാറിന്റെ മുന്നോട്ടുള്ള ബിസിനസ് ജേർണീസിൽ എല്ലാവിധ അച്ചീവ്മെന്റും നേടുവാനായിട്ട് സാറിന് സാധിക്കട്ടെ. താങ്ക് യു സർ. തീർച്ചയായിട്ടും ഞാനാണ് താങ്ക് യു പറയേണ്ടത്. നിങ്ങൾ ഇത്രയും സമയം കണ്ടെത്തി എൻ്റെ അടുത്ത് സംസാരിക്കാൻ സമയം തന്നതെന്നുള്ളത് ഞാൻ സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ലൊരു ഭാവി ആശംസിക്കുകയാണ്. എല്ലാവരും നന്മകളും. താങ്ക് യു.